ഇപ്പോൾ ഡോക്ടർ അബ്ദുൾ ബാസിദ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ, നിങ്ങളോടൊപ്പമുള്ള ഒരു ഡോക്ടറോടാണ് ഇങ്ങനെ ഒരു പ്രതികാര നടപടി വരുന്നത്. പ്രതികാര നടപടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? KGMCTയെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങൾ തീർച്ചയായും KGMCTയെ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഹാരിസ് ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള അപര്യാപ്തതകൾ ഓരോന്നും തന്നെ KGMCTയെ ഗവൺമെന്റിനോട് കാലങ്ങളായിട്ട് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളാണ്. അത് ഒരു വ്യക്തിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ള ഒരു വിഷയം മാത്രമേ ഹാരിസിന്റെ കാര്യത്തിലുള്ളൂ. ആദ്യ അവസാനം മുതൽ KGMCTയെ പറഞ്ഞുകൊണ്ടിരുന്നത് KGMCTയെ അടിയുറച്ചുകൊണ്ട് തന്നെ ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങൾക്കൊപ്പവും ഹാരിസിന്റെ കൂടെയും എന്ന് തന്നെയാണ്. ആ നിലപാടിൽ യാതൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. KGMCTയെ ഹാരിസിനൊപ്പം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ മന്ത്രിയുടെ വാക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്ന ഡോക്ടർ അബ്ദുൾ ബാസിദ്. ഞാൻ ഓർക്കുന്നു താങ്കൾ വളരെ ശക്തമായിട്ട് ഡോക്ടറെ ന്യായീകരിച്ചതാണ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞത് നന്നായി, ഇത് ആരെങ്കിലും തുറന്നു പറയേണ്ട കാര്യമായിരുന്നു. അന്ന് തന്നെ KGMCTയെ സമരരംഗത്തും ഇറങ്ങിയതാണല്ലോ, ഞാൻ ഓർക്കുന്നു അത്. കാരണം ഈ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ അത് ചെറുക്കും, ഡോക്ടറെ സംരക്ഷിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ആ സംരക്ഷണം ഡോക്ടർക്ക് ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. വിദഗ്ധ സമിതി റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പുറത്തു വന്നില്ല എങ്കിലും അതിലെ ചില കാര്യങ്ങൾ മന്ത്രി തന്നെ പറയുന്നുണ്ട്. ഒരു ഉപകരണം അവിടെ കാണാതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദി ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നതിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്. ഡോക്ടർ പറയുന്നു, ഹാരിസ് ചിറക്കൽ പറയുന്നു, ഈ വിദഗ്ധ സമിതിക്ക് എഴുതി ഈ കാരണങ്ങൾ ഇത് എഴുതുവാനുള്ള പേപ്പർ പോലും അതുപോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എൻ്റെ ചെലവിൽ തന്നെ ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ് എന്ന്. അപ്പോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞൊരു ഡോക്ടറോടുള്ള പ്രതികാര നടപടിയായിട്ട് പൊതുസമൂഹം ഇതിനെ കാണുകയുള്ളൂ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ KGMCTയെ ഉന്നയിച്ച കാര്യങ്ങളാണ്. ഇവിടുത്തെ അപര്യാപ്തതകൾ ഓരോന്നും തന്നെ KGMCTയെ കാലങ്ങളായിട്ട് ഗവൺമെന്റിനെ അറിയിച്ച കാര്യങ്ങളാണ്. ആ നിലപാടിൽ നിന്ന് നമ്മൾ പിന്നോട്ട് ഒരിക്കലും പോകുന്നില്ല. നമ്മളിപ്പോഴും പറയുന്നത് ഹാരിസ് അത് ഒരു വ്യക്തി എന്ന നിലയിൽ പറഞ്ഞു, സംഘടന ഇത് കാലങ്ങളായി സംഘടന എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നിയമസഹായമോ സംഘടനാ തലത്തിലുള്ള സഹായമോ ഹാരിസിന് കൊടുക്കാൻ സംഘടന പ്രതിജ്ഞാബദ്ധവുമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് നേരിട്ട് സെക്രട്ടറിക്ക് നേരിട്ട് മറുപടി കൊടുക്കും എന്നാണ്. അത് സംഘടനയുടെ ഒരു പിന്തുണയോട് കൂടിയാണോ അങ്ങനെ ചെയ്യുന്നത്? സംഘടനയുമായി കൂടിയാലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഞാനിപ്പോ കോഴിക്കോട് യൂണിറ്റിന്റെ പ്രസിഡന്റാണ്. സ്റ്റേറ്റ് സംഘടന എന്ത് ചെയ്യുമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാരിസുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്, സ്റ്റേറ്റുമായിട്ടും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഭാവി പരിപാടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ ഉപസമിതി ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഡോക്ടർ? ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. എന്തായാലും നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. അത് അഭിപ്രായം പറയുന്നത് ഈ ഒരു വിഷയത്തെ ശരിയാണ്. പക്ഷേ എന്തായാലും ഡോക്ടർക്ക് പിന്നിൽ ഉറച്ചു നിൽക്കും. ഡോക്ടർക്കെതിരെ ഒരു നടപടിയും സംഘടന സമ്മതിക്കുകയില്ല, KGMCTയെ സമ്മതിക്കുകയില്ല. തീർച്ചയായും. ശരി, ഇതാണ് KGMCTയുടെ നിലപാട്. തുടക്കം മുതൽ തന്നെ KGMCTയെ ഈ നിലപാട് എടുത്തതാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ട്, അത് ഡോക്ടർമാർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെയാണെന്നാണ് KGMCTയെ അന്ന് നിലപാടെടുത്തത്. ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഡാൻ, എന്തായാലും ഡോക്ടറുടെ സംഘടന അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. തുടക്ക സമയത്തും അങ്ങനെ ആയിരുന്നുവല്ലോ. പക്ഷേ ഇവിടെ ഒരു താക്കീത് കൊടുക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് തോന്നുന്നില്ലേ? അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഗൗരവതരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇങ്ങനെയൊരു വിവാദ വെളിപ്പെടുത്തൽ നടത്തുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ പ്രതിസന്ധി ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന കാര്യത്തിലാണ് ഈ വിദഗ്ധ സമിതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് പല ഉപകരണങ്ങളും കാണാനില്ലായിരുന്നു, വിലപിടിപ്പേറിയ ഉപകരണങ്ങളടക്കം കാണാനില്ലായിരുന്നു. ചില പ്രധാനപ്പെട്ട ഉപകരണങ്ങൾക്ക് കേടുപാട് ബോധപൂർവം വരുത്തി എന്ന പരാമർശങ്ങൾ കണ്ടെത്തലുകൾ ഈ അന്വേഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായി മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഡോക്ടർ ഹാരിസ് ചിറക്കൽ മുമ്പോട്ട് വെച്ച ആക്ഷേപങ്ങൾ യൂറോളജി വിഭാഗത്തിൽ ഡോക്ടർമാർക്കിടയിൽ നിലനിന്ന തർക്കങ്ങളുടെ ഫലമായി ഒടുവിലുണ്ടായ സംഭവമാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഈ ഉപകരണങ്ങൾ കേടുപാട് വരുത്താനായി ബോധപൂർവമായ ഒരു ഇടപെടൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം വേണ്ടിയിരിക്കുക. സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഒരു ഉപകരണം അവിടെ കേടായി കാണാതായി എന്നുള്ള കാര്യങ്ങൾ പോലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുകയാണ്. സന്ദീപ് വാര്യർ, ഈ വിവാദം ഒന്ന് കെട്ടടങ്ങിയപ്പോഴേക്കും ഡോക്ടർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് വന്നിരിക്കുകയാണ്. അന്ന് തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞതാണ് ഈ ഡോക്ടറെ എവിടെയെങ്കിലും വെച്ച് വളഞ്ഞിട്ട് പിടിക്കുമെന്ന്. അതല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? മഞ്ജുഷ്, ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്.
ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ ദുരവസ്ഥ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ നീതിമാനായിട്ടുള്ള ഒരു ഭിഷഗ്വരനെ ഇവിടെ വിചാരണയ്ക്ക് വിധേയനാക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കൂ, എത്ര അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടിയിട്ടാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. ഇതെല്ലാം റുട്ടീനാണെന്നാണ് പറഞ്ഞത്. എന്ത് റുട്ടീൻ? ഇവിടെ CPM-ന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ഏതെങ്കിലും നെറുകൾക്കെതിരെ ഈ റുട്ടീൻ നടപടികൾ ഉണ്ടാവാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിമർശനം ഇവിടെ ഉന്നയിക്കപ്പെട്ടു. എന്തുകൊണ്ട് ഉന്നയിക്കപ്പെട്ടു? തന്റെ മകന്റെ പ്രായമുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി സർജറി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയവേദന ഉണ്ടാകുന്നു എന്നാണ് മനുഷ്യസ്നേഹിയായിട്ടുള്ള ആ ഡോക്ടർ സാമൂഹിക മാധ്യമങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം നേരത്തെ ഇടതുപക്ഷ സർക്കാരിനെ വലിയ തോതിൽ പിന്തുണച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം നീതിമാനായിട്ടുള്ള ഡോക്ടറാണെന്നും വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണെന്നും വളരെ നല്ല രീതിയിൽ രോഗികളെ ചികിത്സിക്കുന്ന, രോഗികൾക്ക് താല്പര്യമുള്ള ഡോക്ടറാണെന്നും നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ ഈ ഗവൺമെന്റ് നടപടിയെടുക്കുന്നത് വാസ്തവത്തിൽ ഇത് ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ഒരു നീക്കമായിട്ടല്ല ഞാൻ കാണുന്നത്. മറിച്ച് മുഴുവൻ ഡോക്ടർമാർക്കെതിരെയും ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സർക്കാരിന്റെ വീഴ്ച നിങ്ങൾ തുറന്നു പറയുകയോ പുറത്തു പറയുകയോ ചെയ്താൽ നിങ്ങൾക്കും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന ഭീഷണിയാണ് ഇതിലൂടെ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഈ സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇല്ലാതാകാൻ പോകുന്നില്ല. ഇവിടെ കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായിരുന്ന കേരളം 1-ാം സ്ഥാനത്ത് നമ്മൾ അഹങ്കരിച്ചിരുന്ന, യൂറോപ്യൻ നിലവാരത്തിലുണ്ടെന്ന് നമ്മളൊക്കെ അഭിമാനിച്ചിരുന്ന കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ തകർത്ത് തവിടുപൊടിയാക്കി കളഞ്ഞിട്ടുള്ള ഈ സർക്കാർ കഴിഞ്ഞ 9-9.5 വർഷക്കാലമായി ഈ നാടിനെ ഇതുപോലെ, ഈ നാട്ടിലെ ആരോഗ്യ രംഗത്തെ പിറകോട്ടടിച്ച ഒരു സാഹചര്യം മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നോക്കൂ, ഇവിടെ ഈ തള്ളിനപ്പുറം, PR വർക്കിനപ്പുറം എന്തെങ്കിലും ഒന്ന് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സംഭവിച്ചിട്ടുണ്ടോ? പുതുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കുറച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം, അത് അഴിമതിയിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കപ്പുറം ജനങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ അതല്ലെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങാൻ, തുന്നാനുള്ള നൂല് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം അതൊരു വെന്റിലേറ്ററിലായിരിക്കുകയാണ്. അപ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ആ അവസ്ഥ, ദുരവസ്ഥ കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ വരച്ചു കാണിച്ചു എന്നതാണ് ഡോക്ടർ ഹാരിസ് ചെയ്ത മഹാപരാധം എന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇന്ന് ഹാരിസിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തിന്റെ വായടപ്പിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കേരളത്തിൽ ഒരു മനുഷ്യനും പിണറായി വിജയൻ സർക്കാരിനെതിരായി ഒരു വാക്കുപോലും പുറത്ത് പറയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രതികാര നടപടിയുമായിട്ട് വീണ ജോർജ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് ശ്രീ സന്ദീപ് വാര്യർ. കാരണം തുടക്ക സമയത്ത് തന്നെ, ഈ വെളിപ്പെടുത്തൽ വന്ന സമയത്ത് തന്നെ ആശുപത്രിയിൽ മതിയായ ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. ആ വെളിപ്പെടുത്തൽ ഒരു ഡോക്ടർ ഗതികെട്ട് നടത്തേണ്ടി വന്ന ആ സമയത്ത് പൊതുസമൂഹത്തിന് പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, സർക്കാരിന് പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് മന്ത്രി അന്ന് പറഞ്ഞത് ഒരു സിസ്റ്റം തകരാർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ആ ഡോക്ടർ സത്യസന്ധനാണ് എന്ന കാര്യം. ആ ഡോക്ടർ മികച്ച ഡോക്ടറും സത്യസന്ധനായ ആളുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ഒരു തവണ പറഞ്ഞു ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഊതി വീർപ്പിക്കുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ കാര്യങ്ങൾ തിരിഞ്ഞത്. ഡാൻ, പക്ഷേ ഈ പോലീസ് കേസിലേക്കൊക്കെ ഇത് പോകുവാൻ തന്നെയാണോ സാധ്യത? ഈ ഉപകരണം കാണുന്നില്ല എന്ന് പറയുമ്പോൾ, അത് മനഃപൂർവ്വം കേടാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിന് മറുപടി സ്വാഭാവികമായിട്ടും നൽകേണ്ടി വരിക ഡോക്ടർ ഹാരിസ് ആണ് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ. പക്ഷേ ഡോക്ടർ പറഞ്ഞത് താൻ തന്നെ പലപ്പോഴും വെളിയിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ ആശുപത്രിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഓടി നടന്ന് താൻ തന്നെ ശരിയാക്കിയിട്ടുണ്ട്, സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു. അതൊന്നും മുഖവിലേക്ക് എടുക്കാതെയാണല്ലോ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നത്. ഒറ്റ കാര്യത്തിൽ ഊന്നിക്കൊണ്ട് അവിടെ ഉപകരണങ്ങൾ കേടുവരുത്തി, MB ഫണ്ടിൽ നിന്ന് കിട്ടിയ ഉപകരണം പോലും അവിടെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നൊക്കെ. അപ്പോൾ പോലീസ് കേസിലേക്ക് പോകുന്നു എന്ന് തന്നെയല്ലേ? മഞ്ജുഷ, ഇപ്പോഴും വ്യക്തത വരാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ ആരോപണം ഉന്നയിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വിദഗ്ധ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നത്. ആ വിദഗ്ധ സമിതി അവിടെ എത്തി പരിശോധന നടത്തുമ്പോഴാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഓസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാനില്ല, അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങൾക്ക് ബോധപൂർവം കേടുപാട് വരുത്തിയിരിക്കുന്നു എന്ന കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം വിദഗ്ധ സമിതി അവിടെ എത്തുന്നതിന് മുമ്പുള്ള ഈ ഇടവേളയിലാണോ, അതോ ഹാരിസ് ചിറക്കൽ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഉപകരണം കാണാതാകുകയും ബോധപൂർവ്വം ഉപകരണങ്ങൾക്ക് കേടുപാട് വരുത്താനുള്ള ശ്രമം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഹാരിസ് ചിറക്കൽ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ്
ഈ ഉപകരണങ്ങൾക്ക് ഇങ്ങനെ കേടുപാട് സംഭവിച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പിച്ചു പറയാം ഹാരിസ് ചിറക്കലിനെ ബോധപൂർവം പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കം എവിടെ നിന്നോ രഹസ്യമായി ഉണ്ടായിട്ടുണ്ട്. അതല്ല, അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അതിനു മുമ്പ് സംഭവിച്ച പ്രശ്നങ്ങളാണ് എങ്കിൽ തീർച്ചയായും അതിനു പിന്നിൽ ആരുടെയോ കൈകടത്തലുണ്ട്. അതാരാണ്, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്, അവിടെ കൃത്യമായി ക്യാമറ നിരീക്ഷണമുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് എങ്ങനെ ഇത്രയും സാധനങ്ങൾ കാണാതായി, ഒളിച്ച് മാറ്റാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണമാണ് ആവശ്യം. ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രതിരോധത്തിലാക്കാൻ നടന്ന നീക്കമാണോ, അതോ ഇത്തരം ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ഇടപെടലാണോ? ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിന് പുറമെ ഈ മോഷണം നടത്തിയത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പോലീസ് അന്വേഷണം കൂടി അനിവാര്യമായി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാകും സാധ്യതയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ശരി, അതിനിർണായകമായി മാറുകയാണ് മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ഷോർട്ടേജിനെ കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലും ഇപ്പോൾ ഡോക്ടർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും അതുപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നതും. ഡോക്ടർ വികാരാധീനനായാണ് പ്രതികരിച്ചത്. ഈ നോട്ടീസിനോട് അദ്ദേഹം മറുപടി എഴുതി വെച്ചു കഴിഞ്ഞു. മറുപടി ഉടൻ തന്നെ ആരോഗ്യ സെക്രട്ടറിക്ക് കൈമാറുമെന്നും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ മന്ത്രി വീണ ജോർജിന്റെ നിലപാടാണ് കൗതുകകരമായിട്ട് മാറുന്നത്. തുടക്ക സമയത്ത് ഡോക്ടർ ഹാരിസിനെ അനുകൂലിച്ചിരുന്ന മന്ത്രി ഇപ്പോൾ മലക്കം മറിഞ്ഞ് ഡോക്ടർ ഹാരിസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. നടപടി സ്വാഭാവികമാണ് എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. അതേസമയം KGM-CTA ഡോക്ടർ ഹാരിസ് ചിറക്കലിനൊപ്പമാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ചെറുക്കുമെന്നാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. ഇടവേളയ്ക്ക്